എന്തായാലും തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസിന് മത്സരിക്കാൻ കഴിയില്ല. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എന്നത് ഉറപ്പായിരിക്കുകയാണ്. സാന്ദ്രയ്ക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ, നിർമ്മാതാക്കളുടെ സംഘടനയിൽ മത്സരിക്കാനുള്ള സാഹചര്യം പാടെ അടഞ്ഞിരിക്കുന്നു. സാന്ദ്ര ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ കോടതി തള്ളിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സാന്ദ്ര ഉണ്ടാകില്ല. സാന്ദ്രയുടെ മത്സരിക്കാനുള്ള തീരുമാനം ഒരു പോരാട്ടമായിരുന്നു. പക്ഷേ നിയമ നടപടികളിലേക്ക് കടന്നിട്ടും കോടതിയിൽ സാന്ദ്രയ്ക്ക് തിരിച്ചടിയാണ് ഉണ്ടായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർമ്മാതാവ് സാന്ദ്ര തോമസ് 3 ഹർജികളാണ് കോടതിയിൽ നൽകിയിരുന്നത്. നമുക്കറിയാം, സാന്ദ്ര മത്സരിക്കാൻ തീരുമാനിക്കുന്നു, നാമനിർദ്ദേശ പത്രിക നൽകുന്നു. പക്ഷേ വരണാധികാരി ആ നാമനിർദ്ദേശ പത്രിക തള്ളുകയാണ് ഉണ്ടായത്. 3 സിനിമ സാന്ദ്രയുടെ പേരിലില്ല എന്നത് ചൂണ്ടിക്കാട്ടിയാണ് ആ പത്രിക തള്ളിയത്. അപ്പോൾ സാന്ദ്ര പറഞ്ഞു, ഇങ്ങനെ ഒരു വരണാധികാരിയുടെ നിയമനം ബൈലോയിലുള്ള കാര്യമല്ല, ഈ വരണാധികാരി എവിടെ നിന്ന് വന്നു, ഈ നിയമനം ശരിയാണോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കോടതിയിൽ ചലഞ്ച് ചെയ്യാനാണ് സാന്ദ്ര തീരുമാനിച്ചിരുന്നത്. 3 ഹർജികൾ നൽകി. ബൈലോയിൽ ഇല്ലാത്ത വരണാധികാരിയുടെ നിയമനം റദ്ദാക്കുക, പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് നിർത്തിവെക്കുക, കോടതിയുടെ മേൽനോട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടത്തുക എന്നീ ആവശ്യങ്ങളാണ് സാന്ദ്ര ഈ ഹർജികളിൽ ചൂണ്ടിക്കാട്ടിയിരുന്നത്. ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോടതിയിൽ ഹർജി നൽകിയിരുന്നത്. പക്ഷേ കോടതി അത് തള്ളിയിരിക്കുകയാണ്. അപ്പോൾ നാളെ തന്നെ തെരഞ്ഞെടുപ്പ് നടക്കുമെന്നത് ഉറപ്പായി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സുദീർഘമായ വാദം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു. പക്ഷേ സാന്ദ്രയെ കേട്ടില്ല കോടതി എന്ന് വേണം മനസ്സിലാക്കാൻ. സാന്ദ്രയുടെ വാദങ്ങൾ കോടതി തള്ളിയിരിക്കുകയാണ്. കോടതി വിധിയെ മാനിക്കുന്നു എന്നാണ് സാന്ദ്ര തോമസ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി സാന്ദ്രയുടെ മുന്നിലുള്ള ഒരു സാധ്യത എന്ന് പറയുന്നത് ഈ നോമിനേഷൻ പിൻവലിച്ച നടപടിയെ ചോദ്യം ചെയ്ത് സാന്ദ്ര കോടതിയിൽ ഒരു ഹർജി നൽകിയിരുന്നു. പക്ഷേ ആ ഹർജി പരിഗണിക്കുകയോ അത് തള്ളിക്കളയുകയോ ചെയ്തിട്ടില്ല. പക്ഷേ നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ അത് അടിയന്തരമായി പരിഗണിക്കുന്നു എന്നൊരു ഘട്ടമില്ല. അതുകൊണ്ട് തന്നെ മത്സരിക്കാനാകില്ല എന്നത് ഉറപ്പിച്ചിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇനി നിയമ നടപടികളുമായി മുന്നോട്ടില്ല എന്ന് സാന്ദ്ര പറയുന്നു. പക്ഷേ പോരാട്ടം തുടരാൻ തന്നെ സാന്ദ്ര തീരുമാനിച്ചിട്ടുണ്ട്. കാരണം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് നോമിനേഷൻ കൊടുത്തിട്ടുണ്ട്, അവിടെ എത്തും, ആ മത്സരത്തിൽ പങ്കെടുക്കും എന്ന് സാന്ദ്ര പറയും. ഹർജി തള്ളി എന്ന് പറയുന്നത് 3 ഇൻ്ററിം പെറ്റീഷൻസ് കൊടുത്തിരുന്നു. ഒന്ന്, ഈ വരണാധികാരി എൻ്റെ അപ്പോയിൻമെൻറ്റിനെ സംബന്ധിച്ചും അത് ശരിയല്ല, അത് മാറ്റണം. കാര്യം അങ്ങനൊരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല, നമ്മുടെ ബൈലോ പ്രകാരം അങ്ങനൊരു അപ്പോയിൻമെൻറ്റ് ഇല്ല. കൂടാതെ ഒരു ജനറൽ ബോഡിയിലും അങ്ങനൊരു തീരുമാനവുമായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വരണാധികാരിയുടെ അപ്പോയിൻമെൻറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു. അതുപോലെ തന്നെ കോടതി ഇടപെട്ട് ഈ എലക്ഷൻ നടത്തണം എന്നുള്ളതായിരുന്നു രണ്ടാമത്തത്. മൂന്നാമത്തത് എൻ്റെ ആപ്ലിക്കേഷനായിരുന്നു. ഈ ഭരണാധികാരിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന എൻ്റെ ആപ്ലിക്കേഷൻ. ഈ 3 കാര്യമാണ് ഇപ്പോൾ തള്ളി എന്ന് പറയുന്നത്. ഇതിൽ എൻ്റെ നോമിനേഷൻ തള്ളിയതിന് ഇതുവരെ വന്നിട്ടില്ല. നോമിനേഷൻ തള്ളിയതിൻ്റെ കൊടുത്തേക്കുന്ന വേറെ സൂട്ടാണ്, അതിൻ്റെ റിസൾട്ട് ഇതുവരെയും വന്നിട്ടില്ല, അത് പെൻഡിങ്ങിലാണ്. ഈ ആദ്യം കൊടുത്ത വരണാധികാരിക്കെതിരെ കൊടുത്ത ഈ 3 ആപ്ലിക്കേഷനാണ് തള്ളിയതായിട്ട് ഇപ്പം അറിഞ്ഞിരിക്കുന്നത്. എന്തായാലും സാന്ദ്രയുടെ ഹർജി തള്ളിയത് ആഘോഷമാക്കുകയാണ് സംഘടനയിൽ സാന്ദ്രയ്ക്കെതിരെ നിലപാടെടുത്തവർ. സാന്ദ്രയുടെ വാദങ്ങളെല്ലാം കോടതി തള്ളി. ഇനി കോടതിക്കെതിരെ യുദ്ധം നയിക്കുമോ എന്നതുൾപ്പെടെയുള്ള പരിഹാസവും സാന്ദ്രയ്ക്കെതിരെ മുഴക്കുന്നു. സുരേഷ് കുമാറും ഒപ്പം തന്നെ ലിസ്റ്റിൻ സ്റ്റീഫൻ. അല്ല, പ്രൊഡ്യൂസർ അസോസിയേഷന്റെ മെമ്പേഴ്സിനെതിരെ പരാതിയായിരുന്നു, അത് കഴിഞ്ഞിട്ട് പ്രൊഡ്യൂസർ അസോസിയേഷനെതിരെ പരാതിയായിരുന്നു, ഭരണാധികാരിക്കെതിരെ പരാതിയായിരുന്നു, ബൈലോയ്ക്കെതിരെ പരാതിയായിരുന്നു. ഇനിയിപ്പോൾ കോടതിയും തെറ്റാണോ എന്ന് പറയുമെന്ന് അറിയത്തില്ല. എന്തെല്ലാം ചീപ്പ് ഷോകളാണ് കാട്ടിക്കൊണ്ടിരുന്നത്. നമ്മളൊക്കെ അതായത് സിനിമകളിൽ റിവ്യൂ എടുക്കുന്ന മറ്റേ നമ്മുടെ അലൻ ജോസ് പെരേര, ആറാട്ടണ്ണൻ, അവരെ കൊണ്ടിട്ടൊക്കെ ഈവന്റ് എടുപ്പിച്ച് സാന്ദ്ര തോമസ് എന്ന പുലിക്കുട്ടിയെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, അവരെ കൊണ്ട് അഭിപ്രായം എടുപ്പിക്കുന്നു, MLA കൊണ്ട് അഭിപ്രായം എടുപ്പിക്കുന്നു. ഇതെന്താണ്? പ്രൊഡ്യൂസർ അസോസിയേഷനിൽ വോട്ടുള്ളത് ആകെപ്പാടെ 315 പേർ. തീർച്ചയായിട്ടും ആൾക്കെന്തോ ഫ്രസ്ട്രേഷൻസ് വന്നതാണെന്നോ ഞങ്ങളുടെ ഒരു പൂർണ്ണ വിശ്വാസം. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവർക്കും എതിരെ തുറന്നടിച്ചിട്ട് ഇങ്ങനെ പറയേണ്ട ഒരു കാര്യമുള്ള കേസല്ലല്ലോ. ശരി, എന്തായാലും കോടതി വിധി എതിരായതോടുകൂടി അവരുടെ വാദങ്ങൾക്ക് കൂടുതൽ ബലം വന്നിരിക്കുന്നു എന്നതാണ് അവർ പറയുന്ന കാര്യം. എന്തായാലും നാളെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. നിർമ്മാതാക്കളുടെ സംഘടനയുടെ തലപ്പത്തേക്ക് ഒരു വനിത വരില്ല എന്ന് ഉറപ്പായിരിക്കുന്നു. അപ്പോഴും പ്രതീക്ഷ ഇനി അമ്മ എന്ന താരസംഘടനയിലാണ്. അവിടെ തെരഞ്ഞെടുപ്പിന് ഇനി 2 ദിവസം മാത്രമാണുള്ളത്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് അമ്മ തെരഞ്ഞെടുപ്പിൽ ഇത്തവണ കണ്ടത്. എല്ലാവരും വോട്ട് വാങ്ങാനുള്ള
അല്ലെങ്കിൽ വോട്ട് ചോദിക്കാനുള്ള തിരക്കിലാണ്. ഇതുപോലെയുള്ള ക്യാമ്പയിനൊന്നും അമ്മയിൽ നടന്നു കണ്ടിട്ടില്ല. നമുക്കറിയാം 31 വർഷത്തെ അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിത വരാൻ പോകുന്ന സാഹചര്യമാണുള്ളത്. ശ്വേതാ മേനോൻ പ്രസിഡന്റ് ആകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. പക്ഷേ മത്സരം ഇപ്പോഴും കടുത്തത് തന്നെയാണ്. എന്തൊക്കെ അട്ടിമറികൾ നടക്കുന്നു എന്നത് നമ്മൾ കാത്തിരുന്ന് തന്നെ കാണണം. എന്തായാലും വീറും വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് അവിടെ നടക്കുന്നത്. ശ്വേതാ മേനോനെതിരെ ഒരു കേസ്, ഒരു വിചിത്രമായ കേസ് ഉൾപ്പെടെ വന്നു. അതൊക്കെ ആ പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ മറികടന്നുകൊണ്ടാണ് ശ്വേത മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുകയും ജയപ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നത്. കുക്കു പരമേശ്വരനെതിരെ മെമ്മറി കാർഡ് വിവാദമുണ്ടായിരുന്നു. അപ്പോൾ മത്സരിക്കുന്ന സ്ത്രീകളെ പിന്തിരിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ അവരെ ദുർബലപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടന്നു. പക്ഷേ അതൊക്കെ മറികടന്ന് അവർ മത്സര രംഗത്ത് ഉറച്ചു നിൽക്കുകയാണ്. അമ്മയിലെ തെരഞ്ഞെടുപ്പ് 2 ദിവസത്തിനകം നടക്കും. വളരെ ശക്തമായ ക്യാമ്പയിൻ ആയതുകൊണ്ട് തന്നെ അവിടെ 507 അംഗങ്ങളുണ്ട്. അവരെല്ലാം വോട്ട് ചെയ്യാൻ എത്തും എന്നതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കാത്തിരിക്കാം ഈ 2 സംഘടനകളിലെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാകുന്നത് എന്ന് അറിയാൻ. നിർമ്മാതാക്കളുടെ സംഘടനകൾ എന്തായാലും വലിയ അത്ഭുതങ്ങളൊന്നും നടക്കാനില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്കുള്ള സാന്ദ്ര തോമസിന്റെ തെരഞ്ഞെടുപ്പ് എന്താകുന്നു എന്നത് മാത്രമേ കാത്തിരിക്കാനുള്ളൂ. അമ്മയിൽ വനിതാ പ്രസിഡന്റ് എത്തും എന്ന സാഹചര്യമുണ്ട്. കാത്തിരുന്ന് തന്നെ കാണാം കാര്യങ്ങൾ.